ഇപ്രാവശ്യം ചൂട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ കൂടുതലായതുകൊണ്ട് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഈ മഴക്കാലത്ത് എന്തെങ്കിലുമൊക്കെ കെടുതികൾ എന്തായാലും ഉണ്ടാവും. നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ഒരു ദുരന്ത നിവാരണ കിറ്റ് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ അറിയിക്കാനോ നമ്മുടെ ജീവൻ നിലനിർത്താനോ ആവശ്യമായിട്ടുള്ള ഒരു കിറ്റ് എല്ലാ വീട്ടിലും. അതിപ്പോ നമുക്ക് തോന്നും നമുക്കൊരു പ്രശ്നം വരുന്നില്ല, നമ്മുടെ വീട് പൊക്കത്തിലല്ലേ, ഇവിടെ വെള്ളം കയറത്തില്ല, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അങ്ങനല്ല, പൊക്കമുള്ള സ്ഥലത്താണ് ഉരുൾപൊട്ടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് കൂടുതൽ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇതിൽ ഏത് കാലാവസ്ഥയിലായാലും, ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണു, നമ്മൾ ആ കെട്ടിടത്തിനകത്തായി പോയി, നമ്മൾ അവിടെ കിടന്നിട്ട് അയ്യോ പൊത്തോ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഈ മഴയുടെ ശബ്ദം കൊണ്ടോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ശബ്ദങ്ങൾ കൊണ്ടോ പുറത്ത് കയറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു വിസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മുടെ ഈ കിറ്റിനകത്ത് ആദ്യം വേണ്ട ഒരു സാധനമാണത്. പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഴുകുതിരി, തീപ്പെട്ടിയൊക്കെ നല്ലത് ലൈറ്ററാണ്. തീപ്പെട്ടി ചിലപ്പോൾ നമ്മൾ ഈ മഴയത്തൊക്കെ നനഞ്ഞു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. അതേപോലെ നമുക്ക് അസുഖമുള്ള ആൾക്കാർ അവർ കഴിക്കുന്ന മരുന്നുകൾ ഈ കിറ്റിനകത്ത് വെക്കേണ്ട സാധനങ്ങളാണ്. അതേപോലെ നമ്മുടെ വാല്യബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്, അതായത് വീടിന്റെ ആധാരം, റേഷൻ കാർഡ്, ഒരുപക്ഷെ നമ്മൾ മരിച്ചു പോയാൽ പോലും നമ്മൾ ആരാന്തെങ്കിലും തിരിച്ചറിയണ്ടേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പിന്നെ നമ്മുടെ രേഖകൾ, ഡ്രൈവിംഗ് ലൈസൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രേഖകൾ. അപ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരമോ മറ്റു കാര്യങ്ങളോ ഒക്കെ വീടൊക്കെ നഷ്ടപ്പെട്ടവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് വേണം. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നനഞ്ഞു പോയാൽ കേടാവുന്നതായതുകൊണ്ട് അതെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി നനയാത്ത രീതിയിൽ അത് ഒരു കവറിനകത്താക്കി വെക്കുക. പിന്നെ ഒരു കുപ്പി വെള്ളം, പിന്നെ കേടാവാത്ത ഭക്ഷണ സാധനങ്ങൾ, അതായത് ഒരാഴ്ച ഇരുന്നാലും കേടാവാത്ത രീതിയിലുള്ള നിലക്കടല, പിന്നെ ചിപ്സ്, പിന്നെ കപ്പലണ്ടി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ ഒരു കിറ്റിനകത്താക്കി വെക്കുക. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ചെറിയ കിറ്റ്, 1-2 കിറ്റൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ് ഈ അപകട സാധ്യത കൂടുതലുള്ള മേഖലകളിൽ. കാരണം പെട്ടെന്നൊരു അപകടം വരുമ്പോൾ, ഇപ്പൊ തന്നെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഞങ്ങളൊക്കെ മിക്കവാറും അവിടെ പോകുന്നതാണ് കുറ്റാലത്ത് കുളിക്കാൻ. അവിടുത്തെ ആ ഒരു പെട്ടെന്നുണ്ടായ ഒരു ഫ്ലഡ് കണ്ടിട്ട് എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അന്യമല്ല, ഈ അപകടങ്ങളൊക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ജാഗരൂകരായിട്ടിരിക്കുക. ഈ പറയുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മുടെ ജീവൻ നിലനിർത്താനും നമുക്ക് നമ്മൾ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനും ഒക്കെയുള്ള അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് റേഡിയോ. നമുക്ക് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് കാണത്തില്ല. 2-3 ദിവസമൊക്കെ കറണ്ട് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ മൊബൈൽ ടവറും കാര്യങ്ങളും എല്ലാം നിശ്ചലമാവും. നമുക്ക് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാൻ യാതൊരു മാർഗ്ഗവും ഇല്ലാതെ വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ ഒക്കെ റേഡിയോ ആണ്. അപ്പോഴും റേഡിയോ ഫ്രീക്വൻസി തടസ്സപ്പെടത്തില്ല, അതൊരിക്കലും തടസ്സപ്പെടത്തില്ല. അപ്പൊ അത് ഏത് മുക്കിലും മൂലയിലും നമ്മൾ ഭൂമിക്ക് അടിയിൽ പെട്ടുപോയാൽ പോലും നമുക്ക് റേഡിയോ ഫ്രീക്വൻസി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമ്മളെ ട്രാക്ക് ചെയ്യാനും ഒക്കെ അവർക്ക് പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു റേഡിയോ, ഒരു ചെറിയ റേഡിയോ, ബാറ്ററി ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റേഡിയോ, അതും ഈ കിറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഫോൺ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി പവർ ബാങ്ക്, വ്യക്തി ശുചിത്വത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ബ്രഷ്, സാനിറ്ററി പാഡ്, അങ്ങനെയൊക്കെയുള്ള. പിന്നെ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ബിപിക്കോ ഹൃദ്രോഗത്തിനോ ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സെറ്റ് മരുന്നും കൂടെ അതിനകത്ത്. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടി വരുന്ന, ഇതിനകത്ത് വരാൻ പോകുന്നത് പനിക്കുള്ള മരുന്ന്, തലവേദന, ബോഡി പെയിന്, അല്ലെങ്കിൽ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അങ്ങനെയൊക്കെയുള്ള മരുന്നുകളുടെ എല്ലാം കൂടി, ഇത്രയും സാധനങ്ങളെല്ലാം കൂടി ഒരു കിറ്റാക്കി നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരിടത്ത് വെക്കുക. പെട്ടെന്നൊരു അപകടം നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് രക്ഷപ്പെടാനാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അപകടം സാധ്യത കൂടുതലുള്ള മേഖലകൾ, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു അപകടം വരുന്നു, അല്ലെങ്കിൽ ഉരുൾപൊട്ടുന്നു, അതല്ലെങ്കിൽ പെട്ടെന്നൊരു വെള്ളപ്പൊക്കം വരുന്നു, നമുക്ക് ഈ സാധനം എടുത്തുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. പിന്നെ ആദ്യം ജീവനുണ്ടെങ്കിലല്ലേ നമ്മളിതെല്ലാം വെച്ചിട്ട് കാര്യമുള്ളൂ, ആദ്യം നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്തും. അപ്പോൾ അതെല്ലാവരും മനസ്സിൽ വെച്ചിരിക്കുക. അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ജീവൻ നിലനിർത്താനും ജീവനിൽ കൊതിയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ജീവനിൽ കൊതിയില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വേറെ ആർക്കെങ്കിലും കൊതിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാ ദിവസവും വീഡിയോ ഇട്ട് ഉറപ്പിക്കുന്നതല്ല, വല്ലപ്പോഴും ഇതുപോലെ പ്രയോജനമുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.